കൗതുകത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വിക്രത്തിൻ്റെ വിഷമം കണ്ടിട്ട് കമലമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കമലമ്മ പറയാണ്, നീ വിഷമിക്കണ്ട, അവൾ എന്തായാലും നിന്നെ കളഞ്ഞിട്ട് പോകത്തില്ല. എന്തോ തക്കതായ കാരണമുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. അതോടെ നമുക്ക് ഇതിനുള്ള ഒരു പരിഹാരവും കിട്ടുമെന്ന് പറയാണ്. പക്ഷേ വിക്രത്തിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. വിക്രം കമലമ്മയോടും ഭയങ്കര സങ്കടത്തോടെ കരയുന്നുണ്ട്. ശേഷം കമലമ്മയാണെങ്കിൽ മാഷിനോട് പറയാണ്, മാഷേ നമുക്കൊന്ന് പോയിട്ട് വരാം അവിടം വരെ, വേദയുടെ വീട് വരെ. എന്നിട്ട് വേദയെ കണ്ട് സംസാരിക്കാം, എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാം. എനിക്ക് വിക്രത്തിൻ്റെ വിഷമത കാണാൻ വയ്യ. അവനെ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ല മാഷേ. അതുകൊണ്ട് നമുക്കൊന്ന് പോയി അന്വേഷിക്കാം എന്ന് കമലമ്മ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് മാഷ് പറയാണ്, നീ എന്താ വിചാരിച്ചത്? നമ്മൾ ഓടിച്ചെന്ന് അങ്ങോട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേദ എങ്ങ് പറയുന്നതാണോ? ഒരിക്കലുമില്ല. ആ കുട്ടിയുടെ മനസ്സിൽ എന്തോ കാര്യമുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. ആ കുട്ടിയെടുത്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അതൊരിക്കലും പറയത്തില്ല. എനിക്ക് നന്നായിട്ട് വേദയെ അറിയാം. ഒരു ചെറിയൊരു കാരണത്തിൻ്റെ പേരിലൊന്നും ആ കുട്ടി ഇവിടുന്ന് പോകത്തില്ല. എന്തോ തക്കതായ കാരണമുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം എന്ന് മാഷാണെങ്കിൽ കമലമ്മയോട് പറയുകയാണ്. സമയത്താണെങ്കിൽ വേദയുടെ വീട്ടിലാണെങ്കിൽ ദീപ്തിക്കും അതേപോലെ തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് ചേച്ചി ഇവിടെ വന്നത്. ഒരിക്കലും വിക്രം ചേട്ടനോട് ആ പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് ദീപ്തിക്ക് നന്നായിട്ടറിയാം. അപ്പം കാരണം എന്തുവാണെന്ന് ദീപ്തിയും കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദീപ്തിയാണെങ്കിൽ വിക്രത്തെ വിളിക്കുന്നുണ്ട്. വിക്രം ഫോൺ എടുത്താണ്. എന്താ ദീപ്തി? അല്ല, വിക്രം ചേട്ടനും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയാണ്, എനിക്കറിയത്തില്ല, ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ചൊരു പ്രശ്നവും ഇല്ല. ഇവിടെ നിന്ന് അവൾ ഇറങ്ങിപ്പോയപ്പോൾ ഇവിടെ എല്ലായിടത്തും പറഞ്ഞത് ഞാനും ശ്രീനിധി സാറും തമ്മിലുള്ള അടുപ്പം കാരണമാണ് അവൾ ഇറങ്ങിപ്പോയതെന്നാണ്. പക്ഷേ ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല. കാരണം വേദ ഒരിക്കലും അതിൻ്റെ പേരിൽ ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെന്തോ കാരണമുണ്ട് എന്ന് വിക്രം പറയാണ്. അപ്പം യും പറയുന്നുണ്ട്, അതേ വിക്രം ചേട്ടാ, എന്തോ തക്കതായ കാരണമുണ്ട്. കാരണം ചേച്ചി ഇവിടെ വന്നിട്ട് ചേച്ചി ഇപ്പോഴും ആരോടും ഒന്നും മിണ്ടിയിട്ടില്ല. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിന്തയും സങ്കടപ്പെടലുമാണ്. അപ്പം ചേച്ചിയുടെ ആ അവസ്ഥ കാണുമ്പം തന്നെ അറിയാം എന്തോ ഒരു പന്തികേടുണ്ട്. എനിക്ക് നാളെ വിക്രം ചേട്ടനെ ഒന്ന് കാണണം എന്ന് ദീപ്തി പറയാണ്. കാണാമെന്ന് വിക്രവും സമ്മതിക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷവും വിക്രമാണെങ്കിൽ വേദയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രത്തിന് ഒട്ടും പറ്റുന്നില്ല. വേദയില്ലാതെ ഒരു നിമിഷം പോലും ആ മുറി കഴിയാൻ പോലും തോന്നുന്നില്ല. വിക്രം ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ്. വിക്രവും വേദയും തമ്മിലുള്ള നല്ല നിമിഷങ്ങളൊക്കെ വിക്രം ആലോചിക്കുകയാണ്. എന്തായാലും വേദയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ വേദയാണെങ്കിൽ വിക്രത്തിനോട് പെരുമാറിയ കാര്യവും വിക്രം അന്നേരം ആലോചിക്കുന്നുണ്ട്. വിക്രത്തിനും തോന്നുന്നുണ്ട് വേദ മനഃപൂർവ്വം തന്നെ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. എന്തോ കാരണം ഉണ്ടായിട്ട് തന്നെ മാറ്റി നിർത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന പോലാണ് വിക്രത്തിന് തോന്നിയത്. അപ്പം വിക്രം വിചാരിക്കുകയാണ്, ഇതിനൊരു കാരണമുണ്ട്, അത് കണ്ടെത്തുക തന്നെ വേണമെന്ന്. നാളെ എന്തായാലും ദീപ്തിയെ കാണട്ടെ. ദീപ്തിയെ കാണുമ്പോൾ കാര്യം എന്താണെന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് വിക്രമത്തിന് തോന്നുവാണ്. അങ്ങനെ രാവിലെ തന്നെ ദീപ്തിയെ കാണാനായിട്ട് വിക്രം പോകാനായിട്ടൊരുങ്ങുവാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ ശ്രീകാന്താണെങ്കിൽ വിക്രത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തി വിക്രത്തിനോട് സംസാരിക്കുന്നുണ്ട്. എന്താ വിചാരിച്ചത്? എൻ്റെ പെങ്ങൾ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ട് വരത്തില്ലെന്നോ? അത് നിൻ്റെ തോന്നല. നിന്നോട് ഞാൻ പല വട്ടവും പറഞ്ഞിട്ടുണ്ട് വേദ നിന്നെ ഉപേക്ഷിച്ച് വരുമെന്ന്. ഇപ്പം അത് സത്യമായല്ലോ. നിന്നെപ്പോലെ ഒരു ഫ്രോഡിൻ്റെ കൂടെ എങ്ങനെയാണ് അവൾ കഴിയുക? ഇപ്പോഴായിരിക്കും മനസ്സിലായത് നിന്നോട് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവളുടെ ജീവിതം നശിച്ചു പോകത്തുള്ളെന്ന്. അതുകൊണ്ടായിരിക്കും അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. എന്തായാലും എനിക്ക് സന്തോഷമായി. അവൾ തമ്മിൽ പിരിഞ്ഞല്ലോ എന്ന് പറയാണ്. അപ്പം വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ദേഷ്യം വന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ സത്യസന്ധമായ കാര്യമല്ലേ പറഞ്ഞത്. അവൾക്ക് തന്നെ നിന്നെ വേണ്ടാന്ന് വെച്ചോണ്ടല്ലേ അവൾ ആ വീട്ടിൽ നിന്ന് നിന്നെ ഉപേക്ഷിച്ച് പോരുന്നത്. അതിനൊരു സമയം വരെ അവൾ കാത്തു നിന്നു, അത്രേ ഉള്ളൂ. ഇത് നിനക്ക് ധൈര്യത്തോടെ ശ്രീനിവാസൻ്റെ പുറകെ പോകാമല്ലോ. വേദയുടെ ശല്യം ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞിട്ട് ശ്രീകാന്താണെങ്കിൽ കുറേ കളിയാക്കുന്നുണ്ട്. അപ്പം വിക്രം പറയാണ്, നീ കൂടുതൽ എന്നോട് സംസാരിക്കാൻ വേണ്ട, നീ നിൻ്റെ പണിക്ക് പോ എന്നും പറഞ്ഞ് വിക്രം അങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്തിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നേരെ വിക്രം പോകുന്നത് ദീപ്തിയെ കാണാനാണ്. ദീപ്തിയെ കണ്ട് കൂടെ വരുണുമുണ്ട്. ദീപ്തി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേച്ചിയുടെ അവസ്ഥ വളരെ മോശമാണ്, ചേച്ചിക്ക് എന്തോ നന്നായിട്ട് മാനസികമായ വിഷമമുണ്ട്. വിക്രം ചേട്ടനോടുള്ള വഴക്കമുണ്ടോ അല്ലെങ്കിൽ വിക്രം ചേട്ടനും ആ ശ്രീനിധി സാറും തമ്മിലുള്ള അടുപ്പം കൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വേറെന്തോ പ്രശ്നമാണ്, അതെന്താണെന്ന് കണ്ടെത്തണം വിക്രം ചേട്ടാ എന്ന് ദീപ്തി പറയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ചേച്ചി സ്വമേധ എന്തായാലും വിക്രം ചേട്ടനെ ഉപേക്ഷിച്ച് വരത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്നെ അത് ചെയ്തേനെ എന്ന് ദീപ്തി പറയാണ്. പിന്നെ മറ്റാരുടെയെങ്കിലും കൈ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയാണ്. ദീപ്തി പറയാണ്, വിക്രം ചേട്ടാ ഒരു കാര്യമുണ്ട്, ചേച്ചി വരുന്നതിന് മുമ്പേ ശ്രീകാന്ത് ഏട്ടനാണെങ്കിൽ വീട്ടിൽ പറഞ്ഞായിരുന്നു ചേച്ചി ഉടനെ തിരിച്ചു വരുമെന്ന്. വിക്രം ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ദീപ്തി നോക്കുവാണ്.
ചേട്ടാ കുറച്ച് ദിവസത്തിന് മുമ്പേ 2 ദിവസത്തിന് മുമ്പേ ശ്രീകാന്ത് ചേട്ടൻ പറഞ്ഞായിരുന്നു ചേച്ചി തിരിച്ചു വരുമെന്ന്, അവനെ ഉപേക്ഷിച്ചിട്ട് വരുമെന്ന് വീട്ടിൽ പറഞ്ഞായിരുന്നു. ഞങ്ങളാരും അത് വിശ്വസിച്ചില്ല. ഞാൻ അന്നേരം പറയാഞ്ഞായിരുന്നു ഒരിക്കലും വിക്രം ചേട്ടനെ ഉപേക്ഷിച്ച് ചേച്ചി വരത്തില്ലെന്ന്. വിക്രം ചോദിക്കുകയാണ് എന്നാണ് അങ്ങനെ പറഞ്ഞതെന്ന് ദീപ്തിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു 2 ദിവസത്തിന് മുമ്പാണ് വീട്ടിൽ ഞങ്ങളെല്ലാം ഇരുന്നപ്പം വന്ന് ശ്രീകാന്തേട്ടൻ വന്ന് പറഞ്ഞത് ചേച്ചി ഉടനെ തന്നെ തിരിച്ചു വരും എന്ന്, നിങ്ങൾ നോക്കിക്കോ. ഞങ്ങളെല്ലാം പറഞ്ഞപ്പം ശ്രീകാന്ത് ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും ചേച്ചി വരുമെന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുൺ ചോദിക്കുകയാണ് വിക്രമേട്ടാ പിറകിൽ ഇനി ശ്രീകാന്തേട്ടനെങ്ങാനും ആയിരിക്കുമോ എന്ന് വരുൺ ചോദിക്കുകയാണ്. അപ്പം വിക്രത്തിനൊരു സംശയം തോന്നുന്നുണ്ട്. അതാണ് വിക്രം ആലോചിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിയിലും ശ്രീകാന്ത് വന്ന് വണ്ടി നിർത്തി പറഞ്ഞ കാര്യം എന്തായാലും പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ വേദ നിന്നെ ഉപേക്ഷിച്ച് വരുമെന്ന്, അതിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ. ആ കാര്യമൊക്കെ വിക്രം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ദീപ്തി പറയാണ് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ശ്രീകാന്തേട്ടൻ കാര്യത്തിൽ പങ്കില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ശ്രീകാന്തേട്ടൻ ചേച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇനി എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ലെന്ന് ദീപ്തി പറയാണ്. അപ്പോഴത്തേക്ക് വിക്രത്തിന് സംശയം ബലപ്പെടുകയാണ്. അപ്പോൾ ശ്രീകാന്ത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് വിക്രത്തിന് ഒരുവിധം ഉറപ്പാവുകയാണ്. പക്ഷേ തെളിവുകളൊന്നും വിക്രത്തിന് കിട്ടിയിട്ടില്ല. ദീപ്തിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് കുട്ടനോടും ജോസഫിനോടും മറ്റുള്ളവർക്കെല്ലാം ഈ കാര്യം പറയുന്നുണ്ട്. വേദ പോയ കാര്യം അത് കേൾക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നില്ല. പനിയും കുട്ടൻ പറയാണ് എന്തായാലും വേദയിച്ച് പോയത് വെറും ഒരു ശ്രീനിവാസനോടുള്ള അടുപ്പം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ എന്തോ കാര്യമുണ്ട്. അപ്പം വിക്രം പറയാണ് എനിക്ക് ആ ശ്രീകാന്തിനെയാണ് സംശയം. അവൻ എന്തെങ്കിലും തരികിട പരിപാടി കാണിച്ച് വേദ ഇനി ഭീഷണിപ്പെടുത്തിയെങ്ങാനും അവിടുന്ന് കൊണ്ടുപോയതാണോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അച്ഛൻ 2-3 ദിവസം ആയിരുന്നല്ലോ. അച്ഛൻ വരുന്നതിന് മുന്നേ തന്നെ വേദ പറഞ്ഞായിരുന്നു അച്ഛൻ ഉടനെ എത്തുമെന്ന്. ആ സമയത്ത് തന്നെയാണ് ശ്രീകാന്ത് വീട്ടിലും പറഞ്ഞിരിക്കുന്നത് വേദ തിരിച്ചെത്തുമെന്ന്. അപ്പോൾ ഇതിലെന്തോ ഒരു ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. വേദയ്ക്ക് ഉറപ്പായിരിക്കും അച്ഛൻ 2 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് എത്തുമെന്ന് വേദയ്ക്ക് ഉറപ്പുണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞത്. അതേപോലെ തന്നെ ശ്രീകാന്താണെങ്കിൽ അവരെ വീട്ടിലാണെങ്കിൽ ശ്രീകാന്തിനും ഉറപ്പുണ്ടായിരുന്നു വേദ 2 ദിവസത്തിനുള്ളിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ബന്ധമുള്ളതുപോലെ തോന്നുന്നുണ്ട് എന്ന് വിക്രം പറയുകയാണ്. അനിയൻകുട്ടൻ പറയാണ് ആ ശ്രീകാന്തിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, എന്ത് തരികിട പണി വേണമെങ്കിലും ചെയ്യുമെന്ന് അനിയൻകുട്ടനും പറയുന്നുണ്ട്. അപ്പം വിക്രത്തിനൊരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിൽ ഇനി ശ്രീകാന്ത് തന്നെയാണോ? ഇനി ശ്രീകാന്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എങ്ങാണോ വേദയെ അവിടുന്ന് കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ഒരു സംശയം വിക്രത്തിന് ഉണ്ടാകുന്നുണ്ട്.